നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പേറോൾ കോൺഫിഗറേഷൻസ്. പേറോൾ എന്ന് പറയുന്നത് കമ്പനിയിലുള്ള സ്റ്റാഫിന്റെ സാലറി കാൽക്കുലേഷൻ. സാലറി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് ജേണൽ എൻട്രീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യത്തിന് എക്സ്പെൻസ് ആണോ ഇൻകം ആണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. അപ്പോ ഇങ്ങനൊരു ട്രാൻസാക്ഷൻ വന്നു, അതായത് ഇപ്പോൾ പെയ്ഡ് സാലറി റുപ്പീസ് 10,000. ഇങ്ങനെ പല ട്രാൻസാക്ഷൻസ് നമ്മൾ ഇതിനു മുമ്പായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് ജേണൽ എൻട്രി ഇങ്ങനെ സാലറി 10,000 എക്സ്പെൻസ് ഉണ്ടായി, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ഡിക്രീസ് ചെയ്തു, അതുകൊണ്ട് അത് ക്രെഡിറ്റ് ആയി. ഇങ്ങനെ ഒരു ജേണൽ എൻട്രി പലപ്പോഴായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നു. ഒരു കമ്പനിയിൽ സാലറി എന്ന് പറയുമ്പോൾ ഈ ഒരു അക്കൗണ്ട് മാത്രമായിരിക്കില്ല, പല പല കമ്പോണൻസ് അതിൽ വരും. അതെന്തൊക്കെയാണ്, അതെങ്ങനെ ടാലി ചെയ്യും എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കമ്പോണൻസ് ഓഫ് പേറോൾ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ഉള്ള കാര്യം എന്ന് പറയുന്നത് വേതനം. അതായത് എല്ലാ എംപ്ലോയിക്കും ഒരു ബേസിക് പേ ഉണ്ടാവും. ബേസിക് പേ എന്ന് പറയുന്നത് അയാളുടെ വർക്ക് അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലീവ് ഹോളിഡേയ്സിനൊക്കെ കൂടി കമ്പനി കൊടുക്കുന്ന ഒരു വേതനം. അതായത് നമ്മൾക്കൊരു ഫിക്സഡ് പാക്കേജ് വന്നിട്ടുണ്ടാവും. അതാണ് ബേസിക് വേജ് അല്ലെങ്കിൽ ബേസിക് പേ എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും ഫുഡ് കൺസെഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ ബേസിക് വേതനം കൂടാതെ മറ്റു പല വരവുകളും കമ്പനി അല്ലെങ്കിൽ വേതനങ്ങളും കമ്പനി ഒരു ജോലിക്കാരന് കൊടുക്കും. അതായത് ഒരു ബേസിക് പാക്കേജ് ഉണ്ടാവും, അതിന്റെ കൂടെ എക്സ്ട്രാ കുറെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവും. അതിലൊന്നാണ് ഇത് ഡിയർനെസ് അലവൻസ്. അതൊരിക്കലും ബേസിക് വേജിന്റെ ഒപ്പം അല്ലെങ്കിൽ ബേസിക് പേയുടെ ഒപ്പം കൂട്ടാൻ പാടില്ല. ഡിയർനെസ് അലവൻസ് എന്താണെന്ന് വെച്ചാൽ റൈസ് ഓഫ് കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഓർ ഇൻ റെസ്പെക്ട് ഓഫ് വർക്ക് ഡൺ ബൈ ഹിം ഇൻ സച്ച് എംപ്ലോയ്മെന്റ്. അതായത് എല്ലാ വർഷവും സാധനങ്ങൾക്ക് വില കൂടുകയാണ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള വിലക്കയറ്റം, കോസ്റ്റ് ഓഫ് ലിവിങ് മുൻകൂട്ടി കണ്ടിട്ട് കമ്പനി ഒരു എംപ്ലോയി കൊടുക്കുന്ന എക്സ്ട്രാ ഒരു വേതനത്തിനെയാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ചെലവിന് ഒരു താങ്ങായിട്ട് കമ്പനി കൊടുക്കുന്ന എക്സ്ട്രാ ഒരു കാര്യം, അതാണ് ഡിയർനെസ് അലവൻസ്. അപ്പൊ ബേസിക് ഒരു വേജ് ഉണ്ടാകും, അതേപോലെ തന്നെ ഡിയർനെസ് അലവൻസ് ഉണ്ടാകും. അപ്പൊ ഡിയർനെസ് അലവൻസും ബേസിക് വേജും സെപ്പറേറ്റ് ആണ്. ബേസിക് വേജിൽ ഒരിക്കലും DA വരില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് HRA എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ HRA എന്ന് പറയുന്നത് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയും. വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് താമസ ചെലവിന് വേണ്ടി കമ്പനി കൊടുക്കുന്ന എക്സ്ട്രാ വേതനമാണ് ഹൗസ് റെന്റ് അലവൻസ്. OT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ടൈം അലവൻസ്. പിന്നെ അത് കൂടാതെ നമ്മളുടെ ഇപ്പൊ സെയിൽസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് ബോണസ്, കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്നതായിരിക്കും. അപ്പോ വെറുതെ സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആയിരിക്കില്ല ശരിക്കും അക്കൗണ്ടിങ്ങിൽ വരുന്നത്. നമ്മൾക്ക് ഇതിനെ സാലറി എന്ന് പറയുന്ന കാര്യത്തിന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബേസിക് എന്ന് വരും, പിന്നെ DA വരും, HRA വരും, പിന്നെ ബോണസ് ഉണ്ടെങ്കിൽ ബോണസ് വരും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് സാലറി എന്നുള്ള എക്സ്പെൻസ് ആവുന്നത്. അതായത് വെറുതെ സാലറി എന്ന് പറയുന്ന അക്കൗണ്ട് അല്ല എല്ലാ കമ്പനിയിലും, നല്ല നല്ല കമ്പനിയിലും അവർക്ക് ഇങ്ങനെയുള്ള കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അവരുടെ സാലറി എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഈ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഇനി അതിന്റെ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ചില എക്സ്ട്രാ കമ്പോണൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബൈ ലോ പറഞ്ഞിട്ടുള്ള ചില കമ്പോണൻസ് ഉണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിലുള്ള ഒരു കമ്പോണന്റ് ആണ് PF അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന കാര്യം. ഈ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസവും നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു ഫിക്സഡ് എമൗണ്ട് ഒന്ന് മാറ്റി വെക്കുന്നു. അതായത് ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് സേവിങ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് തന്നിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. സാധാരണ നമ്മളിപ്പോ സാലറി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു 5-6% അത്രയും നമുക്ക് പലിശ കിട്ടും. അതേസമയം PF ലാണെങ്കിൽ നമുക്ക്
അതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കാം. പി എഫ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോ 8.25% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം നമ്മളിപ്പോ ഒരു സേവിങ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ജനറലി 2.6 to 7.5% പെർ ആനം. അങ്ങനെയാണ് സേവിങ്സ് ബാങ്കിൽ. അപ്പൊ പലിശ കൂടുതൽ കിട്ടുന്നത് ഈ ഗവൺമെന്റിന്റെ PF ഡെപ്പോസിറ്റിനാണ് കൂടുതൽ പലിശ കിട്ടുന്നത്. അപ്പൊ നമ്മൾ അതിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ഒന്നില്ലെങ്കിൽ നമ്മൾ റിട്ടയർമെന്റിന്റെ സമയത്ത് നല്ലൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും PF എല്ലാ മാസവും സാലറി ഒരു ഫിക്സഡ് എമൗണ്ട് മാറ്റി വെക്കുന്നത്. ഒരു കുറി ചേരുന്ന പോലെ തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ കുറി ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചിട്ടി വല്ല ചേരുകയാണെങ്കിൽ എന്താണ് എല്ലാ മാസവും നമ്മൾ സാലറി ക്യാഷ് ആയിട്ട് അവർക്ക് കൊടുക്കും. ഇതാണെങ്കിൽ നമ്മളുടെ കമ്പനിയിലെ അക്കൗണ്ടന്റ് തന്നെ എല്ലാ മാസവും സാലറി കുറച്ചിട്ട് ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക് അടക്കും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ കുറച്ചിട്ടുള്ള പൈസ ആയിരിക്കും നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് PFന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോ ഇങ്ങനെ ഒരു ചോദിക്കും, നിങ്ങൾക്ക് സാലറി ഇപ്പൊ ഒരു 30,000 രൂപയെന്ന് പറയും. ഓക്കെ, എന്നിട്ട് ചിലപ്പോ നിങ്ങൾക്ക് പക്ഷെ സാലറി ക്രെഡിറ്റ് ചെയ്ത് വരുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 25,000 ആയിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എല്ലാ ദിവസവും പ്രസന്റ് ആയിരുന്നു, എന്നോട് പറഞ്ഞത് 30,000, പക്ഷെ എനിക്ക് കിട്ടിയത് 25,000. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കുറെ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു കമ്പനിയിൽ പോയി കഴിയുമ്പോൾ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻ ഹാൻഡ് സാലറി എത്രയായിരിക്കും എന്ന് കൂടി ഒന്ന് ചോദിക്കുക. കാരണം ഇങ്ങനെ കുറെ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. പിന്നെ ചില കമ്പനീസ് ഇങ്ങനെ ഒരു എന്താണ് ഓപ്പർച്യൂണിറ്റി കൂടി പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ PF വേണ്ടാന്ന് വെക്കാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് ആയിട്ട് കിട്ടും. പക്ഷെ അത് ചില കമ്പനീസ് പ്രൊമോട്ട് ചെയ്യും, ചില കമ്പനീസ് അങ്ങനെ സമ്മതിക്കാറില്ല. അല്ല, അപ്പൊ നമ്മൾ പോകുന്ന എല്ലാ കമ്പനിയിലും PF ഉണ്ടെങ്കിൽ PF ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം ഓരോ കമ്പനി മാറുന്നതിനനുസരിച്ച്. ഇതൊരു നമ്മളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ്. അതായത് നമ്മൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയിൽ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ്. നമ്മൾക്ക് ഒരു PF അക്കൗണ്ട് ഉണ്ടാവും ഓരോരുത്തർക്കും, ഓരോ നമ്പറൊക്കെ വെച്ചിട്ട്. ആ നമ്പർ വെച്ചിട്ടാണ് ആ നമ്പറിലേക്കാണ് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതില് ഉള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഹയർ റിട്ടേൺ കിട്ടും. പക്ഷെ നമ്മളുടെ സാലറിന്ന് പ്രസന്റില് നമുക്ക് കിട്ടേണ്ട സാലറിന്നാണ് നമ്മളത് മാറ്റി വെക്കുന്നത്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ആ ഒരു PFന്റെ കമ്പോണൻസ് നോക്കുമ്പോ ഇങ്ങനെ ടോട്ടല് ഒരു 5 കമ്പോണൻസോളം ഈ PFന് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അക്കൗണ്ട് 1 എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അതിലേക്ക് പോകുന്നത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ PF കോൺട്രിബ്യൂഷൻ എന്നാണ്. അതായത് എംപ്ലോയിയുടെ സാലറിയുടെ 12% നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും PF കൊടുക്കുന്നു എന്ന് പറയുന്നത് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് PF കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചെലവ് കൂടുതലാണ്. സാലറി കൊടുക്കുന്നതിന്റെ കൂടെ എക്സ്ട്രാ ഇങ്ങനെ കുറെ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിന്റെ നൂലാമാല വേണം, കാരണം അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കണം. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ബേസിക് 30,000 രൂപ ഉള്ള ഒരാൾക്ക് PF ഡിഡക്ഷൻ എന്നായിരിക്കും അതിനെ പറയുന്നത്. അയാളുടെ സാലറി PF കുറഞ്ഞായിരിക്കും പോകുന്നത്. PF ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു 12% അതായത് ഈ 30,000-ന്റെ 12% എന്ന് പറയുന്നത് 3,600. ബാലൻസ് ക്യാഷ് 30,000-ന്ന് 3,600 പറഞ്ഞ് 26,400 കയ്യിൽ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു PFന്റെ കാര്യം. അപ്പോ ഈ 3,600 ആണ് എംപ്ലോയി അല്ലെങ്കിൽ ജോലിക്കാരന്റെ കയ്യിൽ നിന്ന് പോകുന്നത്.
ബാക്കി എമൗണ്ട് അയാളുടെ കയ്യിലേക്ക് കിട്ടും. ഓക്കെ, അതൊരു പാർട്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എംപ്ലോയി എന്നും കാണുന്നുണ്ട്, എംപ്ലോയർ പി എഫ് കോൺട്രിബ്യൂഷൻ എന്നും പറഞ്ഞ് കാണുന്നുണ്ട്. അതായത് ജോലിക്കാരനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, കമ്പനിയും എക്സ്ട്രാ. അതായത് ഇപ്പൊ കമ്പനി നോക്കുമ്പോൾ അതായത് എത്രയാണ്, ആകെ 3600 മാത്രം അക്കൗണ്ടിലേക്ക് പോകുന്നു. അപ്പോ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എംപ്ലോയി 12% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എംപ്ലോയറും ഈക്വൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് രണ്ടുപേരും തുല്യമായിട്ട് ഇങ്ങനെ ഇത് സാലറിയുടെ ഇത്ര ശതമാനം എന്ന് പറയുന്നത് 12% കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമ്മളിപ്പോ കണ്ടതാണ് എംപ്ലോയി ഡിഡക്ഷൻ. അതായത് ഇതാണ് ഈ ഒരു എംപ്ലോയി പി എഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഡിഡക്ഷൻ സാലറിയിൽ നിന്ന് കുറഞ്ഞു പോകുന്നതായതുകൊണ്ട് ഡിഡക്ഷൻ എന്നാണ് അതിന്റെ പേരിട്ടത്. ഓക്കെ, ഇനി എംപ്ലോയറിന്റെ സൈഡിൽ നിന്ന് അയാൾ ചെയ്യുന്ന കാര്യത്തിനെയാണ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാനം ചെയ്യുന്നു, എക്സ്ട്രാ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ കാര്യം കൊടുക്കുന്നു. അപ്പോ എംപ്ലോയർ കൊടുക്കുന്നത് സാലറിയുടെ 12% തന്നെ. അതായത് ഇപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ 3600, സാലറിയുടെ 12% എന്ന് പറയുന്നത് 30,000 ഇൻറ്റു 12% എന്ന് പറയുമ്പോൾ 3600 തന്നെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു പി എഫ് എന്ന് പറയുന്നത് 3600 പ്ലസ് 3600 എന്ന് പറയുമ്പോൾ 7200. അതുകൊണ്ടാണ് വലിയൊരു എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പി എഫ് അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ റിട്ടയർമെന്റിന്റെ സമയത്ത് കുറെ നാള് പി എഫ് അക്കൗണ്ട് ഒന്നും ഉപയോഗിക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വല്ല മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, കാരണം ഇപ്പോൾ ഈ പി എഫിനേക്കാളും കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ബാക്കി വല്ല മ്യൂച്വൽ ഫണ്ട് ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. പക്ഷെ മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ പൈസ ചിലപ്പോൾ പോകാം. അങ്ങനെ ഇതാണെങ്കിൽ അങ്ങനെ ഇരുന്നോളൂ. ഓക്കെ, അതാണ് ഒരു കാര്യമുള്ളത്. അപ്പോ 7200 രൂപ എല്ലാ മാസവും ഈ ഒരു 30,000 രൂപ സാലറി ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് പി എഫ് അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതിങ്ങനെ ഒരു വർഷം ഇങ്ങനെ ആയി കൂടി കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് പിൻവലിക്കാൻ കിട്ടും. ഓക്കെ, പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പി എഫ് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ പി എഫിന്റെ ബേസിസ് നമുക്ക് വേണമെങ്കിൽ ലോണൊക്കെ എടുക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പി എഫ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം എംപ്ലോയിയും എംപ്ലോയറും പി എഫിലേക്ക് ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ പിന്നെ സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ ഇവിടെ 12% എന്നും കാണുന്നുണ്ട്, 3.67 എന്നും കാണുന്നുണ്ട്. അതില് പി എഫിലേക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 12%, എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 3.67% സാലറിയുടെ 3.67. ഇനി ഇതിന്റെ താഴെ വേറൊരു കാര്യം കൂടി കിടപ്പുണ്ട്, അക്കൗണ്ട് ടു എംപ്ലോയർ പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അതായത് ഈ മൂന്നാമത്തെ ഈ കാര്യം അക്കൗണ്ട് 10, അതിലൊരു 8.33% എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിന് നേരക്കുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. എംപ്ലോയർ പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പെൻഷൻ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് ആസ്വദിക്കുമ്പോൾ വെറുതെ കുറച്ച് എമൗണ്ട് കിട്ടും. ഓക്കെ, സന്തോഷം. അതെ, പെൻഷൻ ലക്ഷങ്ങളോളം ചിലപ്പോൾ പെൻഷനൊക്കെ കിട്ടും. പക്ഷെ അല്ലാത്ത ഈ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഈ പറഞ്ഞ പെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാതെ പിന്നെ വേണമെങ്കിൽ ഇപ്പൊ ഈ LICയുടെ ഒക്കെ പോലെ കുറെ പെൻഷൻ സ്കീമുകളൊക്കെ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് ഈ പറഞ്ഞ എംപ്ലോയി പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോ എംപ്ലോയർ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് സാലറിയുടെ 3.67 മാത്രമേ പി എഫ് അക്കൗണ്ടിലേക്ക് കൊടുക്കുള്ളൂ. ഒരു 8.33, ഈ 3.67 പ്ലസ് 8.33 ചെയ്യുമ്പോഴും 12% എന്നാണ് കിട്ടുന്നത്. അതായത് ഇപ്പൊ നേരത്തെ ഞാനിവിടെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ ആയിരിക്കില്ല ചെയ്യുന്നത്. എംപ്ലോയർ ചെയ്യുന്നത് 12%, 3.67% ആണ്. ഓക്കെ, 167. ഓക്കെ, ഈ 3.67% ആണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ 3.67 ഉണ്ട്, 8.33% ഉണ്ട്. രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടുമോ നോക്കാം. 3.67 പ്ലസ് 8.33 എന്ന് പറയുമ്പോൾ ടോട്ടൽ 12. അങ്ങനെയാണ് എംപ്ലോയറിന്റെ 12% കോൺട്രിബ്യൂഷൻ ആവുന്നത്. അതായത് പി എഫിലേക്ക് എംപ്ലോയർ നോക്കിയപ്പോൾ എന്തായാലും ജോലിക്കാരുടെ കയ്യിൽ നിന്ന് ഒരു 3600 പോകുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് വീണ്ടും 3600 കൊടുക്കുന്നത്? അപ്പോ 30,000ന്റെ 3.67% എന്ന് പറയുന്നത് 1101 രൂപ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ പി എഫിലേക്ക് പോകുന്നത് 3600 പ്ലസ് 1101, 4701 രൂപ പോവുള്ളൂ. ഇനി ഈ ഒരു 8.33% പോകുന്നത് എന്തായാലും കമ്പനിക്ക് വേണ്ടി കുറെ നാൾ കഷ്ടപ്പെട്ടതല്ലേ. ഈ റിട്ടയർമെന്റ് കഴിഞ്ഞ് ഒരു പെൻഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എമൗണ്ട് കമ്പനിയിൽ നിന്ന് പെൻഷൻ സ്കീമിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു 8.33, ഈ 8.33 3.67 കൂടി ചേരുമ്പോഴാണ് എംപ്ലോയറിന്റെ 12% ആവുന്നത്. അങ്ങനെ രണ്ടായിട്ടാണ് കമ്പനിയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ജോലിക്കാരന്റെ ഫുള്ള് സാലറിയിൽ നിന്ന് 12% പോകും. കമ്പനി രണ്ട് ഭാഗമായിട്ടാണ് അത് സാലറിയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒരു പി എഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ചാർജസ് ഉണ്ട്. ആ ചാർജ് വഹിക്കുന്നതും നമ്മുടെ കമ്പനി തന്നെയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി. കാരണം ഇങ്ങനെ ഒരു അക്കൗണ്ടിന്റെ, നമ്മളിപ്പോ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് അതിന് നമുക്ക് ഇങ്ങനെ ഇത്ര രൂപ ATM ചാർജ്, അങ്ങനെ ചാർജ്, ഈ ചാർജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കും. അതേപോലെ തന്നെ ഇപ്പൊ പി എഫിനും അതേപോലെ തന്നെ ഉള്ള ഒരു ചാർജ് ഉണ്ട്. അതാണ് പി എഫ് അഡ്മിൻ ചാർജ് എന്ന് പറയുന്നത്. അത് സാലറിയുടെ 0.5% ആയിരിക്കും. അത് കമ്പനിയാണ് വഹിക്കുന്നത്. കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ട് കമ്പനി പൈസ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ പി എഫ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കമ്പോണന്റ് ആണ് പി എഫ് അഡ്മിൻ ചാർജ്. അതും കയ്യിൽ നിന്ന് പോകും, കമ്പനിയുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ നെക്സ്റ്റ് ഒരു ചാർജ് ആണ് EDLI കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് EDLI എന്ന് പറയുന്നത് എംപ്ലോയി ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയും. ഓക്കെ, ഇതാണ് EDLI ഇൻഷുറൻസ്. നമ്മൾക്ക് ജോലിക്കിടെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പൈസ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇത് 1952 തുടങ്ങിയത്. പിന്നെ എംപ്ലോയീസിന്റെ ഡെത്തിന്റെ ഇൻസ്റ്റൻസിൽ ഫാമിലിക്ക് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു എമൗണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു സാധാരണ ഇൻഷുറൻസ് സ്കീം പോലെ തന്നെ. പക്ഷെ എല്ലാ മാസവും നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു 0.5% ഈ ഒരു സ്കീമിലേക്ക് കൂടി പോകുന്നുണ്ട്. അതിനെ എംപ്ലോയി ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ആരാണ് ചെയ്യുന്നതെന്ന് നോക്കി, കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയർ. നമ്മളല്ല, അതായത് ജോലിക്കാരനല്ല, കമ്പനിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനിയിൽ ഒരു ആള് ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കമ്പനി അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ ഇൻഷുറൻസ്, പിന്നെ ഈ പറഞ്ഞ PF, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ ഏതെങ്കിലും നല്ല MNC-ലൊക്കെയാണ് കയറുന്നതെങ്കിൽ അത് കൂടാതെ നിങ്ങൾക്ക് ടൂർ പാക്കേജ് പോലുള്ള കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പക്ഷെ മിനിമം ഇത്രയും കാര്യങ്ങളായിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ നമ്മൾക്ക് ഇനിയിപ്പോ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയും കമ്പോണൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതൊക്കെയാണ്. ഇതൊക്കെ എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഈ നോട്ട് ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ അത് നോക്കിയിട്ട് ഇതിലെല്ലാം ഉണ്ട്, എന്താണ് PF, പിന്നെ എന്ന് PF തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കാം ജസ്റ്റ്. ഓക്കെ, PF അഡ്മിൻ ചാർജ്. ഓക്കെ, അപ്പോ 8.33, 3.67 അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഇനി PF കൂടാതെ നെക്സ്റ്റ് ഉള്ള ഒരു കമ്പോണന്റ് ആണ് ESI, അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന കമ്പോണന്റ്. ഓക്കെ, അതും രണ്ട് പാർട്ടായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതൊരു ഇൻഷുറൻസ് സ്കീം തന്നെയാണ്. മറ്റേ EDLI പോലെ തന്നെയുള്ള ഒരു എക്സ്ട്രാ ഇൻഷുറൻസ് സ്കീമാണ് ESI എന്ന് പറയുന്നത്. ESIയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, ബേസിക്കിന്റെ അല്ലെങ്കിൽ നിലവിലുള്ള എല്ലാ ഏർണിങ്സിന്റെയും 3.25% ESIയിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും. എംപ്ലോയി ആണെങ്കിൽ ചെറിയൊരു പെർസെന്റേജ് ആയിരിക്കും സാലറി ഡിഡക്ഷൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് 0.75. അങ്ങനെ രണ്ടും കൂടി നോക്കുമ്പോൾ 4%. സാലറിയുടെ 4% എക്സ്ട്രാ ഒരു ESI സ്കീമിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ
ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ഈ പറഞ്ഞ സാലറി കാൽക്കുലേഷനിലുള്ളത്. പിന്നെ ഈ ഒരു PPT ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഒരു ലിങ്കും കിടപ്പുണ്ട്. അത് ക്ലിയർ ടാക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്കാണ്. അപ്പോൾ ഈ ESIയുടെ എമൗണ്ട് പെർസെന്റേജ് നിലവിൽ മാറ്റിയിട്ടില്ല, പക്ഷെ ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ അവർ മാറ്റാം. അപ്പൊ അങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താലും മതി, കിട്ടും. ഈ പറഞ്ഞ ഫിനാൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ക്ലിയർ ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സിന്റെ പല എമൗണ്ടുകളൊക്കെ പലപ്പോഴും ആൾക്കാർ മാറ്റാറുണ്ട്, ഗവൺമെന്റ് മാറ്റും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനിയിപ്പോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ടാലിയിൽ ചെയ്യും. ഓക്കെ, അപ്പോ ടാലിയില് ഈ ഒരു പേറോൾ പ്രോസസ്സിനെ നമുക്ക് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് എംപ്ലോയി മാസ്റ്റർ ക്രിയേഷൻ, പേറോൾ മാസ്റ്റർ ക്രിയേഷൻ, പിന്നെ പേ ഹെഡ് ക്രിയേഷൻ, സാലറി ഡീറ്റെയിൽ ക്രിയേഷൻ, പിന്നെ ഉള്ളത് പ്രോസസ്സിംഗ് പേറോള്, പിന്നെ ലാസ്റ്റ് പേറോൾ പേയ്മെന്റ്. ഓക്കെ, അങ്ങനെ കുറച്ച് സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ ഈ ഒരു ആക്ടിവിറ്റീനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത് പേറോൾ പ്രോസസ്സിൽ എംപ്ലോയി മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതായത് കമ്പനിയിൽ എല്ലാ സ്റ്റാഫുകൾക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, അവരുടെ പേഴ്സണൽ ഡീറ്റെയിലുകൾ ഉണ്ടാവും, ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എൻ്റർ ചെയ്ത് വെക്കണം. അതൊക്കെ ഒരു റെക്കോർഡായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉണ്ടാവും. അപ്പൊ അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, എംപ്ലോയി മാസ്റ്റർ ക്രിയേഷൻ. അപ്പൊ ഇതിപ്പോ ചെയ്യാനുള്ള എക്സർസൈസ് ഓക്കെ, ഇതിങ്ങനെ PDF ആയിട്ട് കിടക്കുന്നത്. തൽക്കാലം PDF ഉണ്ട്. ഓക്കെ, PDF ആയിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ PDF നോക്കിയിട്ട് ചെയ്യണം, കാരണം ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പൊ PDF ആക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം ഒരു 19 പേജോളം ഉണ്ട്. അപ്പൊ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഈ PDF അപ്പോ സിസ്റ്റത്തിലേക്ക് എടുത്തിട്ട് നോക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഫോണിൽ നോക്കി ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിയിൽ പേറോൾ ഉണ്ട് എന്ന് പറഞ്ഞ് കോൺഫിഗർ ചെയ്ത് നോക്കണം. അപ്പൊ ഇവിടെ ഇപ്പൊ ടാലി നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് പേറോൾ എന്നുള്ള പേരിൽ GST ഒന്ന് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ പേറോൾ എന്നുള്ള ഒരു സെക്ഷൻ കിടപ്പുണ്ട്. അവിടെ മെയിൻറ്റെയിൻ പേറോൾ എന്നുള്ളത് ആക്ടിവേറ്റ് ചെയ്യാം. എനേബിൾ പേറോൾ സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ള സെറ്റിംഗ് ഒന്ന് യെസ് ആക്കിയിടും. അത് ഈ സ്ക്രീൻഷോട്ടിൽ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് സെറ്റിംഗ് ആണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ, മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ എല്ലാ സോഫ്റ്റ്വെയറിലും ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ, അതാണ് മാസ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാസ്റ്റർ എന്ന് പറയുന്നത് ലെഡ്ജർ, ഇൻവെന്ററി, ഇത്രയും കാര്യങ്ങളായിരുന്നു. ഇനി പേറോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പേറോൾ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടി വരും. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ഗ്രൂപ്പ്, എംപ്ലോയി, യൂണിറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാം. ഇതെല്ലാം നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ ഷോ മോർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കാറ്റഗറി എന്നുള്ള കാര്യം എക്സ്ട്രാ കയറി വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ കാറ്റഗറി, ഗ്രൂപ്പ്, എംപ്ലോയി. ഇനിയിപ്പോ ഇവിടെ നോക്കി, അതായത് ഇൻവെന്ററി മാസ്റ്ററിൽ പോകുമ്പോൾ ഇവിടെ ഗ്രൂപ്പ്, കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റം. ഇനി അക്കൗണ്ടിങ് മാസ്റ്ററിൽ പോകുമ്പോൾ ഗ്രൂപ്പ്, ലെഡ്ജർ, കറൻസി. ആ ഒരു രീതിയിലാണ് ഓർഡർ പോകുന്നത്.
ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്, ഒരു സ്റ്റോക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഗ്രൂപ്പ് ഏതാണ് കാറ്റഗറി ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോഴും. അപ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്രിയേറ്റിൽ വന്ന് നോക്കി കഴിയുമ്പോൾ സിസ്റ്റം തന്നെ ആ ഒരു ഓർഡർ കാണിച്ചു തരും. ഏറ്റവും മുകളിലുള്ളത് ഏതാണ്, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മുകളിലുള്ളത് ഏതാണ് ഗ്രൂപ്പ്, അതിന്റെ താഴെയുള്ള ഏതാണ് ലെഡ്ജർ. അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാല് ലെഡ്ജർ, അല്ലെങ്കിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് കൊടുക്കണം. ഇനിയിപ്പോ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള കാര്യം എന്താണ്, അതാണ് ഗ്രൂപ്പ്. അതിന് താഴെ ഉള്ളത് ഏതാണ്, അത് കാറ്റഗറി. അതിന്റെ താഴെ ഉള്ളത് സ്റ്റോക്ക് ഐറ്റം. അങ്ങനെ ആയിരിക്കും ആ ഒരു ക്രിയേഷൻ പോകുന്നത്. ഇനി ഐറ്റത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഫോൺ 15. അപ്പോൾ ഐഫോൺ 15 എന്ന് പറയുന്നത് സ്റ്റോക്ക് ഐറ്റം, പിന്നെ ആപ്പിൾ എന്ന് പറയുന്നത് സ്റ്റോക്ക് കാറ്റഗറി, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഗ്രൂപ്പ്. ഏറ്റവും മുകളിലുള്ള ക്ലാസിഫിക്കേഷൻ ഏതാണ്, മൊബൈൽ ഫോൺ ആണ് ഏറ്റവും മുകളിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പൊ അത് സ്റ്റോക്ക് ഗ്രൂപ്പ്. പിന്നെ അതിന്റെ താഴെയുള്ള ആപ്പിളിന്റെ ഫോൺ അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് പറയുന്നത് കാറ്റഗറി. അതിന്റെ താഴെയുള്ള മോഡൽ നമ്പർ ഐഫോൺ 15, അതാണ് സ്റ്റോക്ക് ഐറ്റം. ഓക്കെ, ഒരു കസ്റ്റമർ വന്ന് ചോദിക്കാൻ പോകുന്നത് ഐഫോൺ 15 എന്നുള്ള പേരായിരിക്കും, അല്ലെങ്കിൽ അത് വെച്ചാണ് ആ ഒരു പ്രൊഡക്റ്റിനെ തിരിച്ചറിയാൻ പറ്റുന്നത്. ഇനിയിപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടത് പേറോൾ മാസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇവിടെ കാറ്റഗറി ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. ഇനിയിപ്പോ കാറ്റഗറിയുടെ കേസിലേക്ക് വരുമ്പോ ഓക്കെ, ഇതില് കാറ്റഗറി ആണ് ഏറ്റവും ടോപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ. അത് ഈ ഒരു ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിലുള്ള ഏതാണ് കാറ്റഗറി. സ്റ്റോക്ക് ഐറ്റത്തിന്റെ കേസിൽ വെച്ച് ചിന്തിക്കാൻ പാടില്ല, ഈ ഒരു ഓർഡർ നോക്കാം. ഇവിടെ ഏറ്റവും ടോപ്പിലുള്ള കാര്യം കാറ്റഗറിയാണ്. അപ്പൊ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് നമ്മളുടെ കമ്പനിയിൽ പല ബ്രാഞ്ചുകൾ ഉണ്ടാവും, ഹെഡ് ഓഫീസുകൾ ഉണ്ടാവും. അതിനെയൊക്കെയാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ കാറ്റഗറി എന്ന് പറയുന്നത് ഹെഡ് ഓഫീസുകളും ബ്രാഞ്ചുകളൊക്കെയാണ് കാറ്റഗറി എന്ന് പറയുന്നത്. പിന്നെ ഓരോ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റുകളെയാണ് എംപ്ലോയി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, സെയിൽസ്, HR, ഫിനാൻസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളാണ് ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2 അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പോ ഇവിടെ എംപ്ലോയി ഗ്രൂപ്പ് ക്രിയേഷൻ ഉണ്ട്. അതിന്റെ താഴെ ഓക്കെ, ആദ്യം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതില് കാറ്റഗറിയിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ഈ ഓർഡറിൽ തന്നെ പോവാം. ആദ്യം നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. കാറ്റഗറി രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് സെയിൽസ് വേണം, പേര് കൊടുക്കുക, സേവ് ചെയ്യുക, അത്രയും കാര്യമുള്ളൂ. സെയിൽസ്, HR, പിന്നെ നെക്സ്റ്റ് ഏതാണ്, ഫിനാൻസ്. ഓക്കെ, 3 ഗ്രൂപ്പ്സ് ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കാറ്റഗറി എന്ന് പറയുന്ന കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് ഓഫീസ് എന്നുള്ളൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹെഡ് ഓഫീസിന്റെ താഴെ ആയിരിക്കും ഈ പറഞ്ഞ സെയിൽസ്, ഫിനാൻസ് അങ്ങനെയുള്ള കാര്യം വരുന്നത്. അതേപോലെ ബ്രാഞ്ചുകളുടെ അണ്ടറിലും സെയിൽസ്, ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വേണ്ടത് എംപ്ലോയീനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ 3 എംപ്ലോയീസിനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. രവി, കുമാർ, ശ്യാം, 3 എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതും ഇവിടെ താഴെ ഉണ്ട്, എംപ്ലോയി എന്ന് പറയുന്ന കാര്യം. എംപ്ലോയി ഒരു കമ്പനിയിൽ കാറ്റഗറി ഇവിടെ നോക്കുമ്പോ ഇല്ല, ജസ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇയാൾ ഹെഡ് ഓഫീസിലാണോ ബ്രാഞ്ചിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ട് ഇതിപ്പോ ഹെഡ് ഓഫീസും ബ്രാഞ്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് തരില്ല. അത് എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ടാണ്. ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതിപ്പോ എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ട് സിസ്റ്റം അത് അലോ ചെയ്യില്ല. അതുകൊണ്ട് തൽക്കാലം ടാലിയുടെ തന്നെ ഒരു കോസ്റ്റ് കാറ്റഗറി ഉണ്ട്,
ഈ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അതാണ് പ്രൈമറി കോസ്റ്റ് കാറ്റഗറി. അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാൻ പറ്റും. അതായത് അതാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ അണ്ടർ എന്നുള്ള സ്പേസിൽ നമുക്ക് എംപ്ലോയിയുടെ ഗ്രൂപ്പ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇയാളുള്ളത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് സെയിൽസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ്. അത് ഈ സ്ക്രീൻഷോട്ടിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കാര്യം നമ്മൾ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സ്വന്തം കാറ്റഗറി യൂസ് ചെയ്യുന്നില്ല, ടാലിയുടെ കാറ്റഗറി തന്നെ യൂസ് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് എമൗണ്ട് കിട്ടുള്ളൂ, സാലറി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനിയിലെ സ്റ്റാഫിന് അയാളുടേതായിട്ടുള്ള കുറെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അയാളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോ യെസ് ആക്കി കൊടുത്ത് എന്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതിന്റെ അകത്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പൊ നിലവിൽ ആ ഇൻഫോർമേഷൻ ഒന്നും അറിയില്ല. പിന്നെ ഇത് ടൈപ്പ് ചെയ്യണ വെറുതെ കുറച്ച് സമയം പോകും. പിന്നെ മനസ്സിലാക്കാതെ ഇവിടെ കണ്ട ആധാർ നമ്പർ, പിന്നെ PF അക്കൗണ്ട് നമ്പർ, EPS അക്കൗണ്ട് നമ്പർ, എല്ലാം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. ആ അക്കൗണ്ടിലേക്കായിരിക്കും നമ്മളുടെ സാലറി പൈസ എല്ലാ മാസവും പോകുന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻ ഒക്കെ എന്തായാലും ഫില്ല് ചെയ്യേണ്ടി വരും. പിന്നെ അവരുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, അങ്ങനെയുള്ള എല്ലാ പേഴ്സണൽ ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ടാലിയിൽ ഉണ്ട്. ഓക്കെ, പക്ഷെ നിലവിൽ നമ്മളിപ്പോ ആകെ ഇവിടെ ചെയ്യുന്നത് പേരും ഡിപ്പാർട്ട്മെന്റും മാത്രം കൊടുക്കുന്നു. പിന്നെ ഇയാള് എന്നാണ് ജോയിൻ ചെയ്തത് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ സിസ്റ്റം വിചാരിക്കുന്നത് 1st ഏപ്രിലാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, ആ ഒരു അസംഷനിൽ തന്നെയാണ് നമ്മളിപ്പോ നിൽക്കാൻ പോകുന്നത്. ഇയാള് ജോയിൻ ചെയ്തത് 1st ഏപ്രിലാണ് ജോയിൻ ചെയ്തതെന്ന് വിചാരിക്കും. അപ്പോൾ കമ്പനിയിലാവുമ്പോ പല പല ഡേറ്റിലായിരിക്കും. നമ്മള് റിയൽ ഫുൾ വേർഷൻ ടാലിയിലാണെങ്കിൽ നമുക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും ഇടാം. അതായത് ഇപ്പൊ ഒരാൾ 5-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്, 5-ാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ട് നമ്മൾക്ക് എല്ലാ ഡേറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. 1st ഏപ്രിൽ ഇട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ പാൻ നമ്പർ, അങ്ങനെയുള്ള ഇൻഫോർമേഷൻ ഒക്കെ എന്തായാലും ഉണ്ടാവണം. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. റിയൽ ലൈഫിൽ നിലവിൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് പേര്, ഡിപ്പാർട്ട്മെന്റ്, ഇത്രയും കാര്യം ആഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എഴുതിയുണ്ട് എംപ്ലോയിയുടെ പേരും ഗ്രൂപ്പും മാത്രം കൊടുക്കുക. അങ്ങനെ 3 എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്ത് ഇനി നെക്സ്റ്റ് എംപ്ലോയി എന്ന് പറയുന്നത് കുമാർ HR ഡിപ്പാർട്ട്മെന്റിലാണ്. ലാസ്റ്റ് ശ്യാം ഫിനാൻസ്. ഓക്കെ, അങ്ങനെ 3 എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴെയുള്ള കാര്യം ഈ ഓർഡറിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നെക്സ്റ്റ് യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് എംപ്ലോയി മാസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേറോൾ മാസ്റ്റേഴ്സ് ആണ് നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അതാണ് ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് പേറോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അളവുകോല്, അതായത് ഇയാളുടെ ജോലി എങ്ങനെ അളക്കുന്നു. ദിവസങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ സാലറി കിട്ടും. ഇനി ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മണിക്കൂറിലായിരിക്കും അളക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കമ്പനിയിൽ ആവശ്യമുള്ള 2 യൂണിറ്റുകൾ അല്ലെങ്കിൽ അളവുകോലുകൾ അവറും പിന്നെ മിനിറ്റും വേണം. പിന്നെ ഉള്ളത് ദിവസങ്ങളിലുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഓവർ ടൈമിന്റെ യൂണിറ്റുകളായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ദിവസങ്ങളിലുള്ള കാര്യത്തിനാണ് അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് പ്രസന്റ് ആണെങ്കിലാണ് സാലറി, ആബ്സെന്റ് ആണെങ്കിൽ സാലറി ഉണ്ടാവില്ല. അപ്പോൾ 2 രീതിയിലുള്ള പേറോൾ മാസ്റ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇനി എംപ്ലോയി വരെ ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇനി യൂണിറ്റ് എന്നുള്ള ഏരിയയിലേക്ക് വരും. അപ്പൊ യൂണിറ്റ് എന്നുള്ളത് ഓവർ ടൈം നമുക്ക് അവറിലോ മിനിറ്റിലോ അളക്കാം. ഇപ്പൊ തൽക്കാലം അവർ എന്നുള്ള ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മിനിറ്റിൽ അളക്കാം. ഓക്കെ, അപ്പൊ 2 യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂണിറ്റിൽ പോയിട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിറ്റ്, അവർ, 2 കിലോഗ്രാം, ഗ്രാം എന്നൊക്കെ പറഞ്ഞ് 2 യൂണിറ്റ് സ്റ്റോക്ക് ഐറ്റത്തിന് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ 2 യൂണിറ്റ് പേര് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വേണ്ടത് ഇതിന്റെ താഴെ പോയി കഴിയുമ്പോൾ അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മളിവിടെ ആദ്യം കൊടുത്തത് ഓവർ ടൈം അളക്കുന്ന അളവുകോലുകൾ. നെക്സ്റ്റ് അല്ലാതെ സാധാരണ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന അളവുകോലാണ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രസന്റ് ആണെങ്കിൽ സാലറി കൊടുക്കും, ഓവർ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാലറി കൊടുക്കുന്നുണ്ട്.
ഓവർ ടൈമിന്റെ അളവ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഈ ഒരു അറ്റൻഡൻസ് ഓഫ് പ്രൊഡക്ഷൻ ടൈപ്പ് എന്ന് പറയുന്നതാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സാലറി കൊടുക്കുന്നത്. അതാണ് ഈ ഒരു അറ്റൻഡൻസ് ഓഫ് പ്രൊഡക്ഷൻ ടൈപ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് സാഹചര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഒരു കമ്പനിയിൽ ഉണ്ടാവുന്നത്. ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കേണ്ടതും കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ സാലറി കൊടുക്കേണ്ട സിറ്റുവേഷൻ എപ്പോഴാന്ന് വെച്ചാൽ അയാൾ പ്രസന്റ് ആണെങ്കിൽ അയാൾക്ക് സാലറി കൊടുക്കണം. ഈ പ്രസന്റ് എന്ന് പറഞ്ഞ കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടാലിയിൽ ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് അറ്റൻഡൻസ് ഓർ അറ്റൻഡൻസ് ടൈപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ഇതില് പ്രസന്റ് ആണെങ്കിൽ അയാൾക്ക് അറ്റൻഡൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ലീവ് വിത്ത് പേ. ലീവ് ആണെങ്കിലും അയാൾക്ക് വേതനം ഉണ്ടാവും എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ പ്രസന്റ് ആണെങ്കിൽ അയാൾക്ക് അറ്റൻഡൻസ് ഓർ ലീവ് വിത്ത് പേ എന്ന് പറഞ്ഞ കാര്യമായിരിക്കും വരുന്നത്. പിന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദിവസത്തിലായിരിക്കും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം തന്നെ സെലക്ട് ചെയ്ത് വെക്കുന്നതാണ്. ജസ്റ്റ് അപ്പോൾ ഒന്ന് സേവ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഇയാൾ ആബ്സെന്റ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ആബ്സെന്റ് ആണെങ്കിൽ അയാൾക്ക് സാലറി ഇല്ല, പേ ഇല്ല, അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷനും അയാളുടെ കയ്യിലേക്ക് കൊടുക്കില്ല. അതാണ് ലീവ് വിത്തൗട്ട് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തത്. അപ്പോ അതും ഈ സ്ക്രീൻഷോട്ടിലുണ്ട്. അവർ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് ഓക്കെ പ്രസന്റ് അറ്റൻഡൻസ് ഓർ ലീവ് വിത്ത് പേ ആണ്, ആബ്സെന്റ് ആണെങ്കിൽ ലീവ് വിത്തൗട്ട് പേ ആണ്. നെക്സ്റ്റ് ഇനിയിപ്പോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓവർ ടൈം ക്രിയേറ്റ് ചെയ്യണം. ഓവർ ടൈം എന്ന് പറയുന്നത് അധിക ജോലി കമ്പനിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓവർ ടൈമിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ആണ് നമ്മൾ കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ എന്നുള്ള യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മിനിറ്റ് എന്നുള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒന്ന് ഇവിടെ യൂസ് ചെയ്യും. അപ്പോ ഓവർ ടൈം എന്നുള്ള കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെ ചൂസ് ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു ഓവർ ടൈമിന്റെ യൂണിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് മെയിൻ ആയിട്ട് പ്രൊഡക്ഷൻ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഓവർ ടൈം അലവൻസ് വരുന്നത്, എന്തെങ്കിലും എക്സ്ട്രാ ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ ഓവർ ടൈം എങ്ങനെയാണ്, മിനിറ്റിലാണോ അവറിലാണോ നമ്മുടെ കമ്പനിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അവറിലാണെന്ന് വിചാരിക്കാം. അവർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സേവ് ചെയ്തു. ഓക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്ത് ഇനിയാണ് നെക്സ്റ്റ് മെയിൻ പാർട്ടിലേക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇനി കുറെ നേരം സ്റ്റക്കായി കിടക്കാൻ പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞ എല്ലാ കമ്പോണന്റുകളും സാലറിയുടെ കമ്പോണന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ സാലറിയുടെ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത്രയും പേ ഹെഡ്സ് ആണ് ഉള്ളത്. ഈ പേ ഹെഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഏണിംഗ് പേ ഹെഡ്സ് അതായത് വരവുകൾ, ഡിഡക്ഷൻ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ സാലറി എന്നുള്ള കുറവുകൾ, പിന്നെ എംപ്ലോയിയുടെ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ട്, പിന്നെ എംപ്ലോയറിന്റെ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഡിഡക്ഷൻ ഉണ്ട്, അതർ ചാർജസ് ഉണ്ട്, പേയബിൾ പേ ഹെഡ്സ് ഉണ്ട്, എംപ്ലോയർ അതർ ചാർജ് ലെഡ്ജർ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി ഓരോന്നിന്റെ അകത്തും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ റെഡ് കളറിലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പൊ ഏണിംഗ് ഹെഡ്സ് എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞത് എംപ്ലോയിയുടെ വരവുകൾ. മെയിൻ ആയിട്ടും ബേസിക് ഉണ്ടാകും, ഡി എ ഉണ്ടാകും, പിന്നെ ഇവിടെ ഇപ്പോ ഓവർ ടൈം അലവൻസ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ വേതനം കമ്പനി സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് എംപ്ലോയിയുടെ വരവുകൾ, ഏണിംഗ് ഹെഡ്സ്. അപ്പൊ അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ പേ ഹെഡ്സിൽ പോയി കഴിയുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ബേസിക്. ഓക്കെ, ഇനി ഓരോ പേ ഹെഡ് സെലക്ട് ചെയ്യുമ്പോഴും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പേ ഹെഡ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ബേസിക് എന്ന് പറയുന്നത് എംപ്ലോയിക്കുള്ള ഒരു വരവാണ്. അപ്പൊ ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഏണിംഗ് ഫോർ എംപ്ലോയി. അതാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഏണിംഗ് ഫോർ എംപ്ലോയീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഇൻകം ടൈപ്പ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഇനി സാലറി കൊടുക്കുക എന്ന് പറയുന്നത് കമ്പനിക്ക് ചെലവാണ്. അപ്പോ ഇതിന്റെ ജേണൽ എൻട്രി വരുന്നത്, ജേണൽ എൻട്രി ഇവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ആയിരിക്കും ജേണൽ എൻട്രി വരുന്നത്. ബേസിക് ഡി എ, എച്ച് ആർ എ, കൺവെയൻസ് ഇതൊക്കെ നമുക്ക് ചെലവാണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് അതൊക്കെ ഡെബിറ്റിൽ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പെൻസ് ഡെബിറ്റ്. അപ്പൊ ഡെബിറ്റിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ ബേസിക് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇതിൽ മെയിൻ ആയിട്ടും കൊടുക്കേണ്ടത് ബേസിക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? പ്രസന്റ് ആണെങ്കിലാണ്, അറ്റൻഡൻസിന്റെ ബേസിസിലാണ് സാലറി കൊടുക്കേണ്ടത്. അപ്പോൾ കാൽക്കുലേഷൻ ടൈപ്പ് ഓൺ അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എപ്പോഴാണ് ഇയാൾക്ക് സാലറി കൊടുക്കേണ്ടത്? പ്രസന്റ് ആണെങ്കിൽ മാത്രം അറ്റൻഡൻസ് കൊടുത്താൽ മതി. പ്രസന്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന ദിവസത്തിലാണോ, 14 ദിവസം കൂടുമ്പോഴാണോ, 30 ദിവസം കൂടുമ്പോഴാണോ, അല്ലെങ്കിൽ ആഴ്ചയിലാണോ? അപ്പോൾ മാസത്തിലാണ്, അതുകൊണ്ട് മാസം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി ആസ് പെർ കലണ്ടർ പീരിയഡ് എന്ന് പറയുന്നത് ചില മാസങ്ങളിൽ 30 ദിവസം ഉണ്ടാവും, ചില മാസങ്ങളിൽ 31 ദിവസം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ആസ് പെർ കലണ്ടർ പീരിയഡ് കൊടുക്കുക. പിന്നെ റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും റൗണ്ടിങ് കൊടുക്കുക. നമ്മൾ എക്സൽ പറഞ്ഞപ്പോൾ എക്സൽ ഉണ്ടായിരുന്നു റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇനി റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ റൗണ്ടിങ് കൊടുക്കുക. ഇനി റൗണ്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഡെസിമൽ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. ഇവിടെ ഇപ്പൊ നോട്ട് ആപ്ലിക്കബിൾ ആണ് കൊടുക്കുന്നത്, റൗണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ തൽക്കാലം ആദ്യത്തെ പേ ഹെഡ് ക്രിയേറ്റ് ചെയ്ത് ബേസിക്. അപ്പോ പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഗ്രൂപ്പ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഈ ഒരു പേ ഹെഡ് ടൈപ്പ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഇതിന്റെ താഴെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കറക്റ്റ് ആയിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ അതിന്റെ സ്ക്രീൻഷോട്ട് കിടപ്പുണ്ട്. ഓരോന്നിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാവും, നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ബേസിക്കിന്റെ ക്രിയേറ്റ് ചെയ്ത് ഇനിയിപ്പോ നെക്സ്റ്റ് ഡി എ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഡി എ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഫോർമുല വെച്ചിട്ടായിരിക്കും മിക്ക കമ്പനികളും ഉണ്ടാവുന്നത്. ബേസിക്കിന്റെ 10% ഡി എ. അതായത് ഇപ്പോ 10,000 രൂപയാണ് ബേസിക് എങ്കിൽ അതിന്റെ 10% 1000 രൂപയായിരിക്കും ഡി എ. പക്ഷെ അത് ഓരോ എംപ്ലോയിയുടെയും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ജോലിക്കാരനും അവരുടേതായിട്ടുള്ള, അതായത് ഇപ്പോ സാലറി ഉണ്ടാവും, ബേസിക് ആയിരിക്കും. ഇപ്പൊ എന്റെ സാലറി 20,000 രൂപയാണെങ്കിൽ 20,000ന്റെ 10% 2,000. 30,000 ആണെങ്കിൽ 30,000ന്റെ 10% 3,000. അപ്പൊ അങ്ങനെയാണ്, അത് ഒരു യൂണിവേഴ്സൽ ഫോർമുല ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടാവും. അപ്പൊ നിലവിൽ ഇപ്പോ ഈ കമ്പനിയിൽ ഡി എ എന്ന് പറയുന്നത് ബേസിക്കിന്റെ 10%. അപ്പൊ നേരത്തെ ചെയ്ത പോലെ ഇപ്പോ നമ്മൾ ഡി എ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡിയർനെസ് അലവൻസ് ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് ഡി എന്ന് എഴുതണം, ഡി എ എഴുതാം. ഏണിംഗ് ഫോർ എംപ്ലോയി ആണ്, ഫിക്സഡ് ആണ്, കമ്പനിക്ക് ഇത് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇവിടെ വരെ എത്തി. ഇനി ഇത് അറ്റൻഡൻസിന്റെ ബേസിസിലല്ല ഡി എ കൊടുക്കുന്നത്, നമ്മൾക്കൊരു ഫോർമുല ഉണ്ട്. അപ്പൊ ഫോർമുല ഉള്ള സിറ്റുവേഷനിലൊക്കെ സിസ്റ്റത്തിനോട് തന്നെ പറയണം, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, കമ്പ്യൂട്ട് ചെയ്തെടുക്കാം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ആസ് കമ്പ്യൂട്ടഡ് വാല്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, അത് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ എന്തിന്റെ ബേസിസിലാണ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ കയ്യിലുള്ളത് ഒരു ഫോർമുലയാണ്. ബേസിക്കിന്റെ 10% ഡി എ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓൺ സ്പെസിഫൈഡ് ഫോർമുല എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിലവിൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ പേ ഹെഡ്സ് ഇവിടെ കാണാൻ പറ്റും. നിലവിൽ ഇപ്പോ ബേസിക് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ബേസിക് മാത്രം ഇവിടെ കാണാം. ബേസിക് ഒന്ന് സെലക്ട് ചെയ്യാം, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. എത്ര ശതമാനമാണ് ഡി എ? 10% ഡി എ. അതായത് ഇവിടെ ഇപ്പൊ കൊടുത്ത ഡിയർനെസ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസിക്കിന്റെ ബേസിസിലാണ്. ബേസിക്കിന്റെ ബേസിസിൽ ഒരു ഫോർമുല ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, 10%. ബേസിക്കിന്റെ 10% ആയിരിക്കും ഡി എ എന്ന് പറയുന്നത്. അങ്ങനെ അതും സേവ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഓവർ ടൈം അലവൻസ് എന്ന് പറയുന്നത്. ഓവർ ടൈം അലവൻസ് അതും എംപ്ലോയിക്കുള്ള ഏണിംഗ് ആണ്, ഫിക്സഡ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷന്റെ ബേസിസിലാണ്. ഓവർ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ ഓവർ ടൈം അലവൻസ് ഉണ്ടാവുന്നത്. പ്രൊഡക്ഷൻ ടൈപ്പ് ഇപ്പോ അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുന്ന ഈ ഒരു അറ്റൻഡൻസ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രസന്റ്. അതേസമയം നമ്മളിപ്പോ പ്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുന്നത് ഓവർ ടൈം അലവൻസിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഓവർ ടൈം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓവർ ടൈം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർ എന്നുള്ള യൂണിറ്റ് വന്നു. ഇനി ഇത് സേവ് ചെയ്യുക. അപ്പൊ ഓവർ ടൈം അലവൻസ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ ചെയ്യുന്നത് വരവ് ഹെഡുകളെല്ലാം ക്രിയേറ്റ് ചെയ്തു. ഒരു ജോലിക്കാരന്റെ വരവുകൾ, ബേസിക്, ഡി എ, ഓവർ ടൈം, ഇത്രയും കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വേണ്ടത് ഡിഡക്ഷൻ ഹെഡുകൾ അല്ലെങ്കിൽ കുറവുകൾ.
സാലറിന്ന് കുറവ്. അതായത് ഇപ്പോ നമ്മുടെ കമ്പനി എല്ലാ മാസവും സാലറിന്ന് ഒരു ചെറിയ എമൗണ്ട് ദാനം ചെയ്യുന്നുണ്ട്. എല്ലാ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതൊരു സാലറിന്ന് വരുന്ന ഒരു കുറവാണ്. ഇപ്പൊ ചാരിറ്റി ഫണ്ട് എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഡിഡക്ഷൻ ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത്രയും നേരം നമ്മൾ ഏണിംഗ് ഫോർ എംപ്ലോയിയിലാണ് നിന്നിരുന്നത്. ഇതാണെങ്കിൽ ഡിഡക്ഷൻ ഫ്രം എംപ്ലോയി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഈ ചാരിറ്റി ഫണ്ട് എന്ന് പറയുന്ന കാര്യം ഇതിൽ ഏത് ഗ്രൂപ്പ് കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചാരിറ്റി ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ദാനം ചെയ്യാനുള്ള ഫണ്ട്. ഇപ്പൊ ചില കടയുടെ ഫ്രണ്ടിലൊക്കെ ഒരു കുടുക്ക ഉണ്ടാവൂല്ലേ? ഓക്കെ, ഉണ്ടാവും. അതായത് ഇപ്പൊ ചിലതാണെങ്കിൽ ഏതാണ് ഇപ്പൊ വല്ല പണ്ടത്തെ കാലത്ത് കയറുന്നത് ജനസേവ ശിശുഭവൻ അല്ലെങ്കിൽ ഇന്ന അനാഥാലയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാവും, അതിലേക്ക് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഞങ്ങളുടെയൊക്കെ അവിടെ ഉണ്ട് ഈ പല മെഡിക്കൽ ഷോപ്പിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടാവും ഒരു ചില്ല് വെട്ടിയായിരിക്കും. അതിന്റെ ഉള്ളില് അതന്നെ ഒരുപാട് നോട്ടുകൾ ഉണ്ടാവും. അപ്പോഴൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഈ സംഭവം കണ്ടപ്പോ ചിന്തിച്ചിട്ടുണ്ട്, ഇത് കുറെ പൈസ ഉണ്ടല്ലോ, ഇവർക്ക് വല്ല ചില്ലറയുടെ ക്ഷാമം വരികയാണെങ്കിൽ അത് ഇതിനെടുത്ത് പോകും. ഓക്കെ, അതാണ് കാര്യം. അതായത് പൈസ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പാടില്ല. ആ പൈസ പാടുണ്ടോ? അതായത് കമ്പനിയിൽ എടുക്കാൻ പാടുണ്ടോ? ഇല്ല, കാരണം അത് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചാക്കണല്ലേ. അറിയില്ല, അല്ല അറിയില്ല. അതാണ് അതില് അതെല്ലാം ഓരോ കമ്പനിയുടെ ഇന്റേണലി നടക്കുന്ന കാര്യം. പക്ഷെ ലോജിക്കലി അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് അർഹതയില്ലാത്ത പൈസ നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കുന്നു, പക്ഷെ നമുക്ക് അർഹതയില്ലാത്ത പൈസ. അപ്പൊ ആ ഒരു ലോജിക്കല് നോക്കുമ്പോൾ ഇത് ശരിക്കും ബാധ്യത ആണ്, ലയബിലിറ്റി ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, അതൊരു വേറൊരു സ്ഥാപനത്തിന് കൊടുക്കേണ്ടതാണ്. ചിലപ്പോൾ എന്തെങ്കിലും അനാഥാലയമായിരിക്കും, അല്ലെങ്കിൽ വേറൊരു സംഘടനയായിരിക്കും. അവർക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവരോട് കൊടുക്കാൻ കടപ്പാടുള്ള പൈസയാണ് ഇത്. ആ. അല്ല അല്ല, ആ നമ്മള് മറ്റുള്ള ആ ഒരു പാർട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ ഒരു കുടുക്ക സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാ ജോലിക്കാരുടെ കയ്യിൽ നിന്നും നമ്മൾ പൈസ മേടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എംപ്ലോയീസിനോട് പറയുന്നതാണ്, ശരിക്കും അയാൾക്ക് 1000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് നമ്മൾ 1000 രൂപ കൊടുക്കുന്നില്ല. എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കുന്നു, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? പുണ്യം കിട്ടുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് എംപ്ലോയീനെ സമാധാനിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ജോലിക്കാരന്റെ പൈസയാണ് നമ്മൾ മറിക്കുന്നത്. ഏ? അത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മറിക്കാൻ ജോലിക്കാരൻ സമ്മതിക്കുന്നത്? ഇങ്ങനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മള് സ്വന്തം ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, വേറൊരാൾക്ക് കൊടുക്കേണ്ട ഫണ്ട് തന്നെ. അപ്പോ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് ലൈബിലിറ്റി തന്നെ ആയിരിക്കും. ഇനി ഇത് ജേണൽ എൻട്രിയുടെ വയസ്സ് ചിന്തിക്കുമ്പോഴും എവിടെയെങ്കിലും ഉണ്ടാവും ജേണൽ എൻട്രി. ഇതിലില്ല. അതായത് ഇവിടെ ബേസിക് ഡി എ ഇപ്പൊ ഇങ്ങനെയാണ് സിറ്റുവേഷൻ വിചാരിക്കാം. കുറിച്ചു ഓക്കെ, അതായത് ഇപ്പൊ ഒരു 1000 ബേസിക്, ഒരു 500 ഡി എ, 500 എച്ച് ആർ, 1000 ഏതാ സി എസ് ആർ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതല്ലേ? ആ, അത് ഈ സാലറി ആയിട്ട് കണക്ഷൻ ഇല്ല. അത് ഓരോ കമ്പനിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടും. ഇൻകം ടാക്സിൽ നിന്ന് കുറച്ച് കുറവുകൾ ലഭിക്കും. അതായത് ഇപ്പൊ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് നാടിനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ലോജിക്കിലാണ്. ഇപ്പൊ ഈ ആലുവയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഫെഡറൽ ബാങ്കിന്റെ കുറെ ക്ലോക്കുകളൊക്കെ കാണാം. അല്ലെങ്കിൽ ഇവിടെ ഈ മെട്രോന്റെ താഴേക്ക് ഈ ചില ലോണുകൾ ഉണ്ടാവും, ചെറിയൊരു ഗാർഡൻ പോലത്തെ ഏരിയ. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇപ്പൊ ഈ മിക്ക സ്ഥലങ്ങളിലും ഇപ്പൊ റൂംസ് ആൻഡ് ട്രാക്സ് എന്ന് പറഞ്ഞ ഒരു പരസ്യം കാണാറുണ്ട്. അവരാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതൊരു പെറ്റ് ഷോപ്പ് ഒക്കെ പോലത്തെ സംഭവം. അപ്പോ അങ്ങനെ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ ചെലവാക്കണം. അപ്പൊ ആ പൈസ ചെലവാക്കി എന്നുള്ളത് കാണിച്ചിട്ട് ഇൻകം ടാക്സിന് ബെനിഫിറ്റ് ഉണ്ടാവും ആ കമ്പനിക്ക്. പക്ഷെ ജോലിക്കാരന്റെ സൈഡിൽ നിന്ന് അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പിന്നെ നാട്ടുകാരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പൊ ഈ ലയൺസ് ക്ലബ് ഒക്കെ എന്താണ് ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല, സ്പോൺസേർഡ് ബൈ ലയൺസ് ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണ്? ആ ഒരു ക്ലബിന് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ
അതും ഇതുപോലെ തന്നെ ഇത് കമ്പനി തരുന്നതാണോ അല്ലെങ്കിൽ കമ്പനി അത് ഈ പറഞ്ഞ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗം അല്ലെങ്കിൽ കമ്പനിയുടെ ചാരിറ്റി എന്നുള്ള രീതിയിൽ വെക്കാം. അപ്പൊ ചാരിറ്റിയൊക്കെ നമുക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇൻകം ടാക്സ് അല്ലെങ്കിൽ നമ്മളെ പൈസ ടാക്സ് ആയിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുക്കേണ്ടി വരും. ടാക്സ് വെട്ടിക്കാൻ കുറെ വഴികളുണ്ട്. അത് ഈ CSR ഈ സിറ്റുവേഷനിലായിട്ട് നമുക്ക് വരൂല. കാരണം അത് പേറോൾ ആയിട്ട് ബന്ധമുള്ളതല്ല. അത് സെപ്പറേറ്റ് കമ്പനിക്ക് വരുന്ന എക്സ്ട്രാ ചെലവായിട്ട് ട്രീറ്റ് ചെയ്യും. ഇതിലിപ്പോ ഈ ഒരു സാലറിന്ന് ഒരു എമൗണ്ട് പിടിച്ചു വെക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ടോട്ടൽ നോക്കുമ്പോൾ 1000, 1000, 2000, 3000 രൂപ കമ്പനിക്ക് ആകെ ചെലവ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ചെലവ് വന്നിട്ട് അതിൽ നിന്ന് സേ ഒരു 100 രൂപ PF വെക്കുന്നു, വേറൊരു 100 രൂപ ESI വെക്കുന്നു. ബാക്കി എമൗണ്ട്, അതായത് ഇവിടെ ഇപ്പൊ ടോട്ടൽ കമ്പനിക്ക് എക്സ്പെൻസ് വന്നിട്ടാണ് 3000 രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്. ഈ 3000 രൂപ എക്സ്പെൻസ് കമ്പനിക്ക് വന്നിട്ടുണ്ടെങ്കിലും അതില് 200 രൂപ PF ESI നമ്മൾ പിടിച്ചു വെക്കുകയാണ്. ഫുൾ എമൗണ്ട് ജോലിക്കാരന് കൊടുക്കൂല. ഓക്കെ, അപ്പോ 3000-ന്ന് 200 പോയിട്ട് ബാക്കി 2800 ഉണ്ട്. അപ്പോ നോർമൽ സിറ്റുവേഷനിൽ ഈ 2800 ആണ് സാലറി പേയബിൾ, ജോലിക്കാരന് കൊടുക്കേണ്ട ബാധ്യത ഉള്ള എമൗണ്ട്. അതായത് ഇവിടെ നമ്മൾ കുറെ നാൾ മുമ്പ് പറഞ്ഞ പോലെ എക്സ്പെൻസ് ഉണ്ടായി, അത് കൊടുത്തില്ലെങ്കിൽ കമ്പനിക്ക് അത് ലൈബിലിറ്റി ആവുന്നു. അതായത് ഇവിടെ ഇപ്പൊ ബേസിക് കൊടുക്കാറായി, എക്സ്പെൻസ് ഉണ്ടായി, DA എക്സ്പെൻസ് ഉണ്ടായി, HR എക്സ്പെൻസ് ഉണ്ടായി, കൺവെയൻസ് എക്സ്പെൻസ് ഉണ്ടായി. ഇത്രയും എക്സ്പെൻസ് ഉണ്ടായി, അത് കൊടുത്തിട്ടില്ല, ലൈബിലിറ്റി ആയി, കമ്പനിയുടെ ബാധ്യതയായി. ഓക്കെ, അപ്പൊ അങ്ങനെ ബാധ്യതയായിട്ടിരിക്കുമ്പോ പിന്നെ ഈ പറഞ്ഞ PF എമൗണ്ടും ESI എമൗണ്ടും ജോലിക്കാരന്റെ സാലറിന്ന് പിടിച്ചു വെച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അത് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട ബാധ്യത ഉള്ള എമൗണ്ട് ആയതുകൊണ്ടാണ് ക്രെഡിറ്റിൽ വരുന്നത്. ബാധ്യതയാണ്. ഈ PF-ഉം ESI-യും ജോലിക്കാരന്റെ കയ്യിൽ നിന്നുള്ള ഡിഡക്ഷൻ ആണ്. അതായത് ഈ പേര് വായിച്ചു നോക്കാം, എംപ്ലോയീസ് ഡിഡക്ഷൻ. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ച തുകയാണ്, കമ്പനി കൊടുക്കുന്ന എമൗണ്ട് അല്ല ഇപ്പോഴും. പിന്നെ ഇതാണെങ്കിൽ എംപ്ലോയീസ് ESI ഡിഡക്ഷൻ. അത് രണ്ടും നമുക്ക് ലൈബിലിറ്റി ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ജേണൽ എൻട്രിയിലും ബാധ്യതയായിട്ട് വന്നതുകൊണ്ടാണ് ക്രെഡിറ്റിൽ വരുന്നത്. ഇനി ഇതിന്റെ കൂടെയാണ് നമ്മൾ വേറൊരു കാര്യം കൂടി കുത്തിക്കയറ്റുന്നത്. അതായത് ആകെ 2800 രൂപ പൈസ കൊടുക്കുന്നുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ വീണ്ടും പറയുന്നത് ഞങ്ങൾ ചാരിറ്റിയും കൂടി തുടങ്ങിയിട്ടുണ്ട്, ചാരിറ്റി ഫണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു 800 രൂപ പിൻവലിച്ച്, അപ്പോ ടോട്ടല് ജോലിക്കാരന്റെ കയ്യിലേക്ക് കിട്ടുന്ന എമൗണ്ട് എന്താ സംഭവിക്കുന്നത്? കുറയാണ്. ഓക്കെ, അപ്പോ ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട എമൗണ്ട് കുറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഈ ഫണ്ട് നമ്മൾ മാറ്റി വെച്ച് എന്തിനാണ്? ചാരിറ്റിയിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ ഈ ഫണ്ട് വേറൊരാൾക്ക് അല്ലെങ്കിൽ വേറൊരു ഏജൻസിക്ക് കൊടുക്കാൻ ബാധ്യത ഉള്ള എമൗണ്ട് ആണ്. പിന്നെ നമുക്ക് അർഹതയില്ലാത്ത പൈസ, അതായത് ജോലിക്കാരന് കൊടുക്കേണ്ട പൈസയാണ് നമ്മൾ പിടിച്ചു വെച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പോ എന്ത് വന്നാലും നമ്മൾക്കത് ലൈബിലിറ്റി ആണ്. ഇനി ഈ രീതിയിൽ ഇതാണ് ജേണൽ എൻട്രി. അതായത് ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ കണ്ടോ, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണ്. ഓക്കെ, ഈക്വൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ജേണൽ എൻട്രി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാരിറ്റി ഫണ്ട് നമ്മൾ ഇവിടെ ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും കറന്റ് ലൈബിലിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ റീസൺ അത് തന്നെയാണ്. ഓക്കെ, കറന്റ് ലൈബിലിറ്റി. പിന്നെ സെലക്ട് ചെയ്യേണ്ട പേ ടൈപ്പ് ഡിഡക്ഷൻ ഫ്രം എംപ്ലോയി. പിന്നെ കാൽക്കുലേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ഫ്ലാറ്റ് റേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതായത് ഇപ്പൊ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് ഓപ്ഷൻ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഇപ്പൊ ഒരു മാസത്തില് 1000 രൂപ അല്ലെങ്കിൽ 800 രൂപയാണെങ്കിൽ ഫ്ലാറ്റ് റേറ്റ് മന്ത്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ അതും ഈ സ്ക്രീൻഷോട്ടിൽ ഉണ്ടാവും. ഓവർ ടൈം ചാരിറ്റി. ഓക്കെ, അപ്പൊ ചാരിറ്റി ഫ്ലാറ്റ് റേറ്റ് മന്ത്സ് ആണ്. അപ്പൊ അത് നോക്കിയിട്ടൊന്ന് ചെയ്യാം. സേവ് ചെയ്തു. ഇനി നമുക്ക് എംപ്ലോയീസ് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ കൂടെ നോക്കാം. അപ്പൊ എംപ്ലോയീസ് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ, എംപ്ലോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കാരൻ, എംപ്ലോയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാളി. ആ ഒരു രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, തൊഴിലാളി മുതലാളി ആ ഒരു രീതിയിൽ ചിന്തിക്കാം.
അപ്പൊ ഇത് എംപ്ലോയി ആണ്, ജോലിക്കാരന്റെ സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ. സ്റ്റാറ്റ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ലോ അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള ഡിഡക്ഷൻ. അപ്പൊ ഉള്ളതാണ് എംപ്ലോയീസ് ഡിഡക്ഷൻ ടു EPF. നേരത്തെ പറഞ്ഞ ഒരു 12% സാലറിന്ന് കുറവുണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എംപ്ലോയീസ് ഡിഡക്ഷൻ ടു EPF at 12%. ഓക്കെ, ഇനി ഇവിടെ പേ ഹെഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇവിടെ തന്നെ ഉണ്ട് എംപ്ലോയീസ് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ. അപ്പൊ സിസ്റ്റം ചോദിക്കും ഏത് സ്റ്റാറ്റ്യൂ ആണ് അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ പോകുന്നത്. ഇപ്പൊ PF അല്ലേ, അപ്പൊ ഇവിടെ താഴെ PF അക്കൗണ്ട് എടുത്തുണ്ട്, എളുപ്പമാണ്. ഡയറക്റ്റ് PF അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇനി ഇത് ഏത് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ്? അപ്പൊ നോക്കാം, കറണ്ട് ലയബിലിറ്റി, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്. നമ്മൾ നേരത്തെ ജേണൽ എൻട്രി പറഞ്ഞപ്പോഴും ഇതെവിടെ വന്ന് നോക്കി, ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റിൽ വരുന്നത് എപ്പോഴും ബാധ്യതകൾ ആണ് ക്രെഡിറ്റിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കറണ്ട് ലയബിലിറ്റി കിടപ്പുണ്ട്, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ എന്റർ അടിച്ച് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ആ ഒരു ഫോർമുല കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. സിസ്റ്റത്തിന് അറിയാം ഇത് 12% അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് ഇവിടെ കണ്ടോ, അതായത് ഇവിടെ നിന്ന് എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ കമ്പ്യൂട്ടഡ് വാല്യൂ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സിസ്റ്റത്തിന് അറിയാം ഇത് കമ്പ്യൂട്ട് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ്, കാൽക്കുലേറ്റ് ചെയ്ത് പെർസെന്റേജ് വെച്ച് എടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇനി കൊടുക്കേണ്ടത്, അതായത് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കൊടുക്കാം. PF എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ഫോർമുല എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ബേസിക്കിന്റെ 12% PF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു പ്രശ്നം ഈ PF-ലുള്ളത്, സാലറി കൂടുന്നതിനനുസരിച്ച് PF-ലേക്കുള്ള എമൗണ്ട് കൂടും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 15,000 സാലറി ഉള്ള ഒരാളുടെ PF-ന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സാലറിയുടെ 12% എന്ന് പറയുന്നത് 1,800. അത്രയുമാണ് PF കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോ ബേസിക് PF ഡിഡക്ഷൻ. ഇനി ഒരു 30,000 രൂപ സാലറി ഉള്ള ഒരാളുടെ PF ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ 3,600. 45,000-ന്റെ 5,400, 60,000, ഇതിങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ കൂടുതൽ സാലറി മേടിക്കും തോറും PF-ലേക്കുള്ള ഡിഡക്ഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു രീതി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പൊ നമ്മളുടെ സാലറിയിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോ എനിക്ക് തോന്നുകയാണ്, എനിക്ക് ഇത്രയും എമൗണ്ട് എന്തിനാണ്, എനിക്ക് ആകെ ഒരു 1,800 രൂപ PF-ലേക്ക് കൊടുത്താൽ മതി, ബാക്കി എമൗണ്ട് എനിക്കിപ്പോ തൽക്കാലം എൻജോയ് ചെയ്യാനായിട്ട് വേണം, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണം, എനിക്കൊരു ലോൺ എടുക്കാനുണ്ട്, അതിന് വേണം. അപ്പോ അങ്ങനെയുള്ള ആവശ്യങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഒരു സ്ലാബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സ്ലാബ് എങ്ങനെയാന്ന് വെച്ചാല് അറ്റ്ലീസ്റ്റ് ഒരു ഫിക്സഡ് എമൗണ്ട് എങ്കിലും PF-ലേക്ക് പോകണം. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ സാലറി അനുസരിച്ചാണ്. നിലവിൽ അത് 21,000 ആയിട്ടുണ്ട്. നമ്മൾ എന്നാലും 15,000 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ 21 വെച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുന്നില്ല. അപ്പോ 15,000 വരെയാണെങ്കിൽ ഒരു പെർസെന്റേജ് ആയിരിക്കും 12%. സാലറി 15,000-ന് മുകളിലുള്ള ആൾക്കാർക്ക് പെർസെന്റേജിലായിരിക്കില്ല. മാക്സിമം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് 15,000-ന്റെ 12%. അതായത് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഇനിയിപ്പോ ഇവിടെ ടാലി എന്നാണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എത്തി നിൽക്കുമ്പോൾ Alt C പ്രസ് ചെയ്യാം, കാൽക്കുലേറ്ററിലേക്ക് പൊക്കോളും. 15,000 ഇൻറ്റു 12% ചെയ്യുമ്പോൾ 1,800 എന്നുള്ള എമൗണ്ട് കിട്ടും. ഓക്കെ, അതാണ് PF-ന്റെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് 15,000 വരെ സാലറി ഉള്ള ഒരാൾക്ക് സാലറിയുടെ 12% ആയിരിക്കും PF-ലേക്ക് പോകുന്നത്.
15,000 മുകളിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ വേണമെങ്കിൽ ഓരോ എംപ്ലോയിയുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു കോൺട്രിബ്യൂഷൻ കൂട്ടാം. മാക്സിമം ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് 1,800 വരെ സ്പെൻഡ് ചെയ്താൽ മതി, പി എഫിലേക്ക് സ്പെൻഡ് ചെയ്താൽ മതി. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചെലവാക്കാം, അത് ഓരോ ജോലിക്കാരന്റെ ഇഷ്ടം. മിനിമം 1,800 എങ്കിലും സ്പെൻഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സ്ലാബ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്ലാബ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇനി പി എഫ് ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു എംപ്ലോയി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ എന്ന് പറയുന്നത് ESI ഡിഡക്ഷൻ 0.75. അപ്പൊ അത് എംപ്ലോയിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ ESIയിലേക്കാണ് പോകുന്നത്. കറന്റ് ലയബിലിറ്റി ആണ്. ഓക്കെ, ESI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള എല്ലാ വരവുകളുടെയും ടോട്ടലിന്റെ മീതെയാണ്. അതായത് ബേസിക് DA, HRA, ഓവർ ടൈം, അങ്ങനെയുള്ള എല്ലാ വരവിന്റെയും മീതെയാണ് ESI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓൺ കറന്റ് ഏർണിങ്സ് ടോട്ടൽ സെലക്ട് ചെയ്യാം, പെർസെൻറ്റേജ് ഒന്ന് ആഡ് ചെയ്ത് വെക്കാം, സേവ് ചെയ്യാം. ഇത്രയും കാര്യമുള്ളൂ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് ഈ ഒരു 3.67 കോൺട്രിബ്യൂഷൻ ഉള്ള എംപ്ലോയറിന്റെ സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ. പക്ഷെ ഇവിടെ ഇപ്പോ സെലക്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് മാറുന്നുണ്ട്. അത് നിങ്ങളിപ്പോ ചെയ്യുമ്പോൾ ആ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട്, അതായത് എംപ്ലോയർ സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ, അതായത് ഈ വാക്ക് ശ്രദ്ധിക്കുക, എംപ്ലോയി ആണോ എംപ്ലോയർ ആണോ. എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയർ തന്നെ സെലക്ട് ചെയ്യാം. എംപ്ലോയർ എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ട് ആണ്, PF ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ PF അക്കൗണ്ട് ഉണ്ട്. കമ്പനീനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ചാൽ ജേർണൽ എൻട്രി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് ബേസിക് HRA, DA, കൺവേയൻസ്, പിന്നെ PF, ESI, എംപ്ലോയിയുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇനിയിപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു EPF. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എക്സ്പെൻസ് ആണ്, ചെലവ്. അതുകൊണ്ടാണ് ജേർണൽ എൻട്രിയിൽ ഇത് ഡെബിറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യാം. പിന്നെ സ്ലാബ് നേരത്തെ പറഞ്ഞ പോലെ PF ആണെങ്കിലാണ് ആ ഒരു സ്ലാബിൽ വെച്ചിട്ട് വരുന്നത്. 50,000 വരെ ആണെങ്കിൽ ഇങ്ങനെ ഒരു എമൗണ്ട്. അപ്പോൾ ബേസിക്കിന്റെ എമൗണ്ട് 15,000 വരെ ആണെങ്കിൽ പെർസെൻറ്റേജ് ആണ് 3.67. 15,000 മുകളിലാണെങ്കിൽ ഒരു വാല്യൂ ആയിരിക്കും. എത്രയാന്ന് വെച്ചാൽ 15,000 ഇൻറ്റു 3.67%. മാക്സിമം 550 രൂപ 50 പൈസ ചെലവാക്കിയാൽ മതി. കമ്പനി എംപ്ലോയിക്ക് വേണ്ടി മാക്സിമം 550 രൂപ 50 പൈസ ചെലവാക്കിയാൽ മതി ഈ ഒരു PF ലേക്ക്. ഓക്കെ, അങ്ങനെ അതും സേവ് ചെയ്യാം. നെക്സ്റ്റ് വേണ്ടത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ EPS. ഇതും നമുക്ക് എക്സ്പെൻസ് ആണ്. എംപ്ലോയേഴ്സ് സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ EPS ലേക്കാണ്. അതായത് ഈ ഹെഡിങ് വായിച്ചിട്ട് ഇത് ചെയ്യാം. EPS എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇതും സ്ലാബ് റേറ്റിലാണ്. അതായത് 8.33 പ്ലസ് 3.67 അങ്ങനെയാണ് 12 ആവുന്നത്. അപ്പൊ ഇതിനും ആ സ്ലാബ് ആപ്ലിക്കബിൾ ആണ്. 8.33, 15,000 മുകളിലാണെങ്കിൽ വാല്യൂ ഇൻറ്റു 8.33% എന്ന് പറയുമ്പോൾ 1,250 രൂപ 50 പൈസ. ലാസ്റ്റ് ഉള്ളത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ESI. ഇതും കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്രിയേഷൻ നിർത്തും. അപ്പൊ ഇതും എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ എംപ്ലോയർ സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ ESIയിലേക്കാണ്. അപ്പൊ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, കമ്പനിക്ക് എക്സ്പെൻസ്, ESI അല്ലേ, ESI കറന്റ് ഏർണിങ്സ് ടോട്ടൽ ആയിരിക്കും. ഡയറക്റ്റ് ആ പെർസെൻറ്റേജ് കൊടുത്താൽ മതി, നിലവിലുള്ള എല്ലാ വരവിന്റെയും ടോട്ടൽ. PF-ലാണ് ആ സ്ലാബ് വരുന്നത്. ESI കറന്റ് ഏർണിങ്സ് ടോട്ടൽ, നിലവിലുള്ള എല്ലാ വരവിന്റെയും ടോട്ടലിന് മീതെ കാൽക്കുലേറ്റ് ചെയ്തു സേവ് ചെയ്തു.
അപ്പോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ഈ ഒരു അതൊക്കെ ഒന്ന് റെഡ് ആക്കിയിട്ട് വെച്ചേക്കാം. ഇത്രയും കാര്യം ചെയ്തു. പിന്നെ ഇതും ചെയ്തു വെച്ചിട്ടുണ്ട്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു ESI. ഓക്കെ. അപ്പോ ഈ ജേണൽ എൻട്രിയില് ഇവിടെ ഇനി റെഡ് അല്ലാതെ ബ്ലാക്കിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്ത ദിവസത്തോടെ നമുക്ക് എടുത്ത് സാലറിയുടെ പ്രോസസ്സിംഗ് തീർക്കണം. അപ്പൊ നാളെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പൊ നാളെ വരാം. പിന്നെ ബാക്കിയുള്ള നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. സോ ഇതിന്റെ കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് ഞാനിപ്പോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഇതിലുള്ള കാര്യങ്ങളൊന്നും തോന്നുന്നു. ഇതില് ലെഡ്ജർ കോൺഫിഗറേഷൻ വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. നോക്കിയിട്ട് ചെയ്യാം. വേഗം തീർക്കാം. വേഗം തീർത്താൽ കാര്യങ്ങൾ വേഗം ചെയ്യാം.